കോഴിക്കോട് സ്വദേശി വിജിലിനെ കുഴിച്ചുമൂടിയ കേസിൽ വിജിലിന്റെ അസ്ഥികൾ കടലിൽ ഒഴുക്കിയെന്ന് പ്രതികളുടെ മൊഴി. സംഭവം നടന്ന 8 മാസത്തിനു ശേഷം വിജിലിനെ കുഴിച്ചിട്ട ചതുപ്പിനരികിൽ എത്തിയെന്നും ശരീരത്തിൽ നിന്ന് അസ്ഥികൾ ശേഖരിച്ചുവെന്നും മൊഴി. ഈ അസ്ഥികൾ കടലിൽ ഒഴുക്കിയെന്നുമാണ് പ്രതികളുടെ മൊഴി. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണല്ലോ ഇപ്പോൾ പുറത്തുവരുന്നത്. ഗുഡ് മോർണിംഗ് അഭിജിത്ത്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് ഹേമചന്ദ്രന്റെ കേസ് ഓർമ്മയുണ്ടാകും. സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റൊരു തിരോധാന കേസിന് കൂടി കോഴിക്കോട് നഗരത്തിൽ ചുരുളഴിയുന്നത്. ഇവിടെ സുഹൃത്തുക്കളായ 3 പേർ ചേർന്നാണ് അമിത ലഹരി ഉപയോഗത്തിന് പിന്നാലെ മരിച്ച വിജിലിന്റെ മൃതദേഹം സരോവരത്തെ ഒരു ചതുപ്പിൽ കരിങ്കല്ലിൽ കെട്ടി കുഴിച്ചു മൂടുന്നത്. അതിനുശേഷം അവർ 8 മാസം കഴിഞ്ഞാണ് ഈ സംഭവ സ്ഥലത്തേക്ക് വീണ്ടും എത്തുന്നത്. അപ്പോൾ ചില അസ്ഥികളൊക്കെ ഇവർ ഈ കുഴിച്ചിട്ട സ്ഥലത്ത് കണ്ടു. അതിന് പിന്നാലെ അവർ ഈ അസ്ഥി ശേഖരിച്ച് കടലിൽ കൊണ്ടുപോയി ഒഴുക്കി എന്നാണ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി അരുൺകുമാർ പറയുന്നത്, ഇവർക്ക് ചെറിയ പേടികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം തങ്ങളുടെ ഉറ്റ സുഹൃത്താണ് മരിച്ചത്, മറ്റാരെയും ഈ വിവരം അറിയിച്ചിട്ടില്ല. ഇനിയിപ്പോൾ മറ്റ് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമോ, അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ഈ സുഹൃത്തുക്കൾ ഭയന്നിരുന്നു. അങ്ങനെ ബലിതർപ്പണം എന്ന നിലയിലാണ് ഈ അസ്ഥികൾ ശേഖരിച്ച് അവർ ഈ കടലിൽ കൊണ്ടുപോയി ഒഴുക്കുകയും ചെയ്തത്. ഏതായാലും ഈ പ്രതികൾ നിലവിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. ഒരാളെ കൂടി പിടികൂടാനുമുണ്ട്. ഇതിൽ ഈ ഒരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കേസിന്റെ ചുരുളഴിയിക്കുന്നതിലേക്ക് എത്തിയത് ഈ സുഹൃത്തുക്കൾ തന്നെ അവരുടെ മറ്റു ചില സുഹൃത്തുക്കളോട് മദ്യപാനത്തിന്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, തങ്ങൾ വിജിലിനെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന കാര്യം തുറന്നു പറയുകയായിരുന്നു. പിന്നീട് ഈ സുഹൃത്തുക്കൾ വഴിയാണ് പോലീസിലേക്ക് ഈ വിവരം എത്തുന്നതും തുടർന്നിപ്പോൾ 2 പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുള്ളത്. ദീപേഷ്, നിഖിൽ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇനി രഞ്ജിത്ത് എന്നൊരാൾ കൂടി പോലീസിന്റെ പിടിയിലാകാനുണ്ട്. ഇയാൾ പൂവാട്ടുപറമ്പ് സ്വദേശിയാണ്. ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഏതായാലും 2019 മാർച്ച് 24-നാണ് അരുൺകുമാർ വിജിലിനെ വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. 6 വർഷത്തിനുപ്പുറം പോലീസ് ഈ കേസ് വളരെ സമർത്ഥമായി തെളിയിച്ചിരിക്കുന്നു. ചേവായൂർ പോലീസാണ് ഈ ഒരു കേസിന്റെ അന്വേഷണം നടത്തിയത്. ഏതായാലും ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. അയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാണ്. ഓക്കെ, താങ്ക് യു. നമുക്കിപ്പം അഭിജിത്ത് മുഴക്കുന്നാണ് ചേർന്നത്. ഓരോരുത്തരുടെ മനസ്സിലിരിപ്പേ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര സുന്ദരമായ ജീവിതത്തിൽ എത്രയെത്ര സുന്ദരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അതൊന്നും ചെയ്യാതെയാണ് ഈ പറയുന്ന കുരുക്കുകളിൽ കൊണ്ട് തലവയ്ക്കുന്നതും കൊലപാതകമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്.